ചിക്കൻ ബോക്സ് തുടങ്ങുമ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് അതിനെ മൊത്തമായിട്ട് അങ്ങ് ശമിപ്പിച്ച് കളയാം. അതേസമയം നമ്മൾ ആയുർവേദത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ബോക്സ് ആണെങ്കിൽ ഇത് മുഴുവൻ ഈ മരുന്ന് കഴിച്ച് ഇത് മുഴുവൻ ദേഹത്തായതിനു ശേഷമേ ഇത് പൂർണ്ണമായും മാറുകയുള്ളൂ എന്ന് പറയും. ഇത് രണ്ടും കൂടെ ആലോചിക്കുമ്പോഴത്തേക്കും ഇപ്പൊ എന്നെ പോലൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആള് ഈശ്വര ഇത്രയും തീർന്നു വരണോ അതോ പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്നും കഴിച്ചങ്ങ് തീർക്കണോ എന്ന് ചിന്തിക്കില്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ, ചിക്കൻ ബോക്സ് കുരു വന്ന് പോകുന്നതാണോ നല്ലതെന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, അതോ അത് വരുമ്പോഴേ ഇങ്ങനെ ഇല്ലാതാക്കുന്നതാണോ നല്ലതെന്നാണോ മനസ്സിലുള്ളത്? എന്റെ മനസ്സിലുള്ളത് വരുമ്പോഴേ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു പ്രശ്നം. വീണയെ റെപ്രസെന്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒതുക്കുക എന്നുള്ളത് ലോങ് ടൈമിൽ നമുക്ക് നല്ലതാവണമെന്നില്ല, അല്ലേ? നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത ടോക്സിൻസിന്റെ പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ചിക്കൻ ബോക്സ്. അത് പുറത്തേക്ക് വരേണ്ടതാണ് വീണ. പിന്നെ വേറൊരു കാര്യം, ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ പഴയതിനേക്കാളും ബ്യൂട്ടിഫുൾ ആവും. ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ കുരുക്കളും വന്ന് വെളിയിൽ വന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ സ്കിന്ന് വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വരും. ശരിക്കും ശരീരം ആഗ്രഹിക്കുന്നതെല്ലാം പുറത്തു വരണം എന്നാണ്. അതാണ് നാച്ചുറോപ്പതി ആഗ്രഹിക്കുന്നത്, അതാണ് ആയുർവേദം ആഗ്രഹിക്കുന്നത്.